ഉമ്മണി, നീ എന്നെ ഒന്ന് സഹായിക്കണം. അതെന്താ? എന്നെ വിശ്വാസമല്ലേ? ഇല്ല തമ്പ്ര, ഇല്ല. അയ്യോ, എന്നെ തമ്പ്രാണെന്ന് വിളിക്കരുത്, എനിക്ക് നൊമ്പരമാ. കൊള്ളാം. കണ്ണപ്പനുണ്ണി തമ്പ്രാന്റെ ഉത്തരത്തോഴൻ തങ്കക്കുടൻ എവിടെ കിടക്കുന്നു? ഈ ഉമ്മണി എവിടെ കിടക്കുന്നു? നീ എവിടാ കിടക്കുന്നേ? നിങ്ങളെല്ലാം വലിയവരാ. എനിക്ക് എന്തെങ്കിലും വന്നുപോയാ ഒരപ്പരയെ കിടക്കാനും കുഞ്ഞിനെ പാളെ ഒഴുക്കാനും എന്നെ കൊണ്ട് വയ്യ. അപ്പോ കുടമുറി കഴിയാതെ ഞാൻ വിളിച്ചാൽ നീ വരില്ലേ? കുടമുറി കഴിഞ്ഞാലും നിങ്ങൾ വിളിച്ചാൽ ഞാൻ വരത്തില്ല. അയ്യോ, അതെന്താ? എനിക്ക് അത് പേടിയാ. ആരോ വരുന്നു. എവിടുന്ന് വരുന്നു? പുത്തൂരം വീട്ടിലെ കണ്ണപ്പനുണ്ണിയെ കാണാനെത്തി. പേര് ചന്തു. കണ്ണപ്പനുണ്ണി മടിഞ്ഞു വെച്ചാണ് പേരിട്ടിരിക്കുന്നത്. കണ്ണപ്പനുണ്ണി ചേകമെന്ന് പറയുന്നത്. ക്ഷമിക്കേ. കടത്തനാട്ടിൽ കൊടികുത്തി വാഴുന്ന മാമംഗലം പൊന്നി എന്ന പെണ്ണിനോടും ദുർഗാദാസ് എന്ന മർവനോടും അംഗം കുറിക്കാൻ കണ്ണപ്പനുണ്ണി ചെറുവേറെ ക്ഷണിക്കാനെത്തിയതാണ്. മാമംഗലം പൊന്നി, ദുർഗാദാസൻ. തമ്പ്രാട്ടികളെ, ഇവിടെ ആരുമില്ലേ? തല തുറങ്ങുന്നേ, ഇവിടെ ആരുമില്ലേ? വയറ് വേശക്കുന്നേ. അറിഞ്ഞോ വിശേഷം? ചന്തു എന്ന് പേരുള്ള ഒരു വീരനെത്തിയിരിക്കുന്നു. ചന്തു എന്തിന്? ദുർഗാദാസിനോടും പൊന്നിയമ്മയോടും അംഗം വെട്ടാൻ കണ്ണപ്പനുണ്ണിയെ തേടി. പൊന്നിയോ? ഞാനോ? ഇതിനെന്തോ ആപത്തുണ്ട്. എന്താ വേണ്ടത്? ഒരു കാര്യം ചെയ്യും, അവരെ ആ അറയിലേക്ക് മാറ്റും. ഇതെല്ലാം ആലോചിച്ചതിന് ശേഷം നമുക്ക് വേണ്ടത് ചെയ്യും. ഞങ്ങള് കാട്ടുപുറവന്മാരാ. ഊരു ചുറ്റി നടന്ന് മോഹലക്ഷ്ണം നോക്കി പറയുന്ന പാവങ്ങളാണേ. ഞാൻ ഈ കുട്ടിൽ വന്ന കാര്യം നടക്കുമെന്ന് പറ. ചൊല്ലട്ടെ തമ്പ്ര. മനസ്സിനകത്തൊരു പെണ്ണിനെ കണ്ടിട്ടുണ്ട്. ചന്തു, ഇപ്പൊ നാട് കൊള്ളാമല്ലോ. അവളെ കിട്ടാനെ കൊണ്ട് ഒരു അംഗം കുറിക്കാനല്ലേ തമ്പുരാൻ ഇവിടെ എത്തിയത്? ആ അംഗച്ചേവരെ കിട്ടുമോ കുറവാ? കിട്ടും. തല പോയത് തന്നെ. കണ്ണപ്പനുണ്ണി ചേകവർ കളരിയിൽ തൊഴാനിരുന്നു പോയി. വരും, നമുക്ക് അറയിലേക്ക് ഇരിക്കാം. ഉമ്മണി, ഈ കുറവിന് വല്ലതും കൊടുക്കൂ. ഇട കുറവാ, ഈ കൊച്ചമ്മയ്ക്ക് കൊടവ കൊട എന്ന് നടക്കുന്നു ചൊല്ലി. കൊടവ കൊട ഒട്ടന്നെ തന്നെ നടക്കും. നല്ല ഐശ്വര്യമുള്ള മുഖലക്ഷണാണേ. നല്ല ഐശ്വര്യമുള്ള മുഖമാണ്. മുഖം നോക്കി ഫലം പറയട്ടെ തമ്പുരാ. ഓഹോ, നോക്കി കുറവാ. കരി കുറവാ. കണ്ണപ്പനുണ്ണി തമ്പുരാന്റെ ഫലം നീ പറഞ്ഞതോളം മതി. ഇതിനേക്കാൾ പ്രസിദ്ധ ജ്യോത്സ്യന്മാര് പണ്ട് ഫലം പറഞ്ഞതിന്റെ സുഖവും ദുഃഖവും ഇപ്പൊ അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നീ പോ. അയ്യോ തമ്പുരാക്കന്മാരെ, കാടും മലയും കടന്നു വേണം കുടിയിലെത്താൻ. നേരം ഇരുട്ടിപ്പോയി. ഞങ്ങള് ആ പൈത്തൊയത്തിനൊന്ന് കിടന്നോട്ടെ. ശരി, അവിടെ എവിടെയെങ്കിലും പോയി കിടന്നോളൂ. ഇത് കണ്ണപ്പനുണ്ണിയാണോ? ഇത് ദുർഗാദാസനല്ലേ? ശരിയാണ് ചന്തു, അതേ മുഖം, അതേ ലക്ഷണം. ഇതിലെന്തോ ചതിയുണ്ട്. കണ്ണപ്പനുണ്ണിയും ദുർഗാദാസും ഒരാള് തന്നെ. മാളോരം മയക്കാനുള്ള കപട വിദ്യ. ചതിയത്. ഇന്ന് രാത്രി നമുക്ക് എങ്ങനെങ്കിലും ഈ കുടിയിൽ അന്തി ഉറക്കാം. നേരും നെറിയേടും അറിഞ്ഞിട്ട് അവന്റെ തല കൊയ്തെടുക്കണം. പിന്നീട് നേരെ പെൺമണിക്കോട്ടയ്ക്ക് പട നയിക്കണം. ചതിക്ക് ചതി. നമ്മുടെ എല്ലാ ശത്രുക്കളെയും കൊന്നൊടുക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്നു. അതെ, ഈ സമയം പാഴാക്കരുത്. ഈ കരിമൂർഖന്റെ വിഷം കേറി
ആൺതരികളെല്ലാം പിടഞ്ഞു മരിക്കണം. പെൺമണി കോട്ട പിടിക്കാൻ തുണയ്ക്ക് വന്നിരിക്കുന്നു ചതിയൻ ചന്തു. അതിന് തുണയ്ക്ക് പോകാൻ നിൽക്കുന്ന കണ്ണപ്പനും എന്റെ ആജന്മ ശത്രു. എന്താ ഈ രാത്രിയില് കുഞ്ഞിദേവി ഉറങ്ങിയില്ലേ? ഉറക്കം വരുന്നില്ല ഏട്ടാ. അമ്മ പറഞ്ഞു കേട്ട അഴകിനേക്കാൾ 7 അഴകും കൂടി ഉണ്ട് എന്റെ ഏട്ടന്. ഒന്ന് സംസാരിക്കാൻ വേണ്ടി എത്ര നാളുകളായി ഞാൻ കാത്തിരിക്കുന്നു. പുടവ കൊടുക്കുന്നതിന് മുമ്പ് അന്യപുരുഷന്റെ അറയിലെത്തുന്നത് നല്ലതാണ്. പുടവ വാങ്ങിയില്ലെങ്കിലും എന്റെ എല്ലാമായി ഏട്ടനല്ലേ. കുഞ്ഞൻദേവി, എന്നോട് പൊറുക്കിൽ. കുഞ്ഞുനാളില് നിനക്ക് പുടവ തരാമെന്ന് ഏറ്റിരുന്നവനാണ് ഞാൻ. പക്ഷേങ്കില് വിധി എങ്ങനെയായി പോയി. പെൺമണിക്കോട്ടയിൽ പൊന്നിയമ്മ എന്നൊരു പെണ്ണിനെ ഞാൻ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. അവളുമായി കളിയായിട്ടൊന്ന് അടുത്തു. പിന്നെ അത് കാര്യമായി കഥയായി. ഞാൻ അവൾക്ക് മനസ്സാ പുടവ കൊടുത്തു. നീ കരയരുത്. നിനക്ക് മാത്രമേ എന്നെ രക്ഷിക്കാൻ കഴിയൂ. ഇത്രയും നാൾ എന്തിനെന്നെ മോഹിപ്പിച്ചു? മനം കൊടുത്ത പെണ്ണിനെ മറന്ന് ഞാൻ മറ്റൊന്നും ചെയ്യില്ല. പൊന്നിയമ്മയ്ക്കല്ലാതെ മറ്റൊരു പെണ്ണിനും ഞാൻ പുടവ കൊടുക്കില്ല. ഇത് സത്യം. ഞങ്ങളല്ല തമ്പുരാൻ, ഞങ്ങളെ പാമ്പ് അല്ല ഒരു പാമ്പ് ഇതുവഴി ഓടി. അതിന് നോക്കിയപ്പോ 2 തമ്പുരാക്കന്മാർ ഇതിനെ ഓടി. ചാരന്മാർ, ചതിയന്മാർ. കുഞ്ഞിദേവി, നീ കയറി അങ്ങ് അഹങ്കരിച്ചാലുണ്ടല്ലോ. പറഞ്ഞില്ലെന്ന് വേണ്ട. നീ എന്തിനാ ഇപ്പൊ വീട്ടിൽ പോകുന്നത്? കാര്യം പറയും. കണ്ണപ്പനുണ്ണി, നിങ്ങൾ തമ്മിൽ വല്ല വാക്കേറ്റവും ഉണ്ടായോ? ഇല്ല മുത്തച്ഛ. എന്താ കുഞ്ഞിദേവി ഇത്? എനിക്ക് ചേട്ടനെ ഇഷ്ടമല്ല. ചേട്ടന്റെ കയ്യിൽ നിന്ന് ഒരിക്കലും ഞാൻ പുടവ വാങ്ങില്ല. നീ എന്ത് പറഞ്ഞു? എന്റെ പൊന്നു മോനെ നിനക്ക് ഇഷ്ടമില്ലെന്നോ? വേണ്ട, എന്റെ മോന് 100 പെണ്ണിനെ കിട്ടും. നേരും നിറയുമില്ലാത്തവൾ. 5-ാം വയസ്സിലെ കൃത്യകല്യാണവും നടത്തി പുടമുറിയും തന്ന് പറഞ്ഞുറപ്പിച്ചവരെ ഒരു രാവ് 2 കൊടുത്തപ്പോൾ ഇഷ്ടമില്ലെന്ന് വന്നോ? കുഞ്ഞു വരൂ. മോനെ, സമാധാനപ്പെടും. നിന്റെ മനസ്സ് വേദനിച്ചാൽ മരിച്ച് എന്റെ തലയ്ക്ക് മീത് നിൽക്കുന്ന എന്റെ ആരോഗ്യന്റെ ആത്മാവാണടാ. സാരമില്ല മുത്തച്ഛ. അവളുടെ മനസ്സ് മാറുന്നവരെ ഞാൻ കാത്തിരിക്കാം. നീ പുത്തൂരം വീട്ടിലെ ആരോമൽച്ചേകരുടെ മകനാണ്. നീ പറയിൻ, സത്യം പറയിൻ. അമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അമ്മ സത്യം പറയും. അമ്മ പുത്തൂരം വീട്ടിലെ ആരോമൽച്ചേകരുടെ ഭാര്യയാണ്. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എന്നെപ്പോലിരിക്കുന്ന ഒരാളെ ഒരു ദിവസം കണ്ടുവന്ന്. അയാൾ ആരാണെന്ന്? എന്റെ അച്ഛന് മറ്റൊരു ബന്ധമുണ്ടായിരുന്നു. പറയുന്നമ്മേ, പറയുന്നമ്മേ. പറയാം പോലെ മലനാട്ടിലെ ആൺതളകളെ തോൽപ്പിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പൊന്നിയെ ഒരു പാഠം പഠിപ്പിച്ചടങ്ങൂ. കൂട്ടരെ, ഈ പെൺമണിക്കോട്ടയിൽ കടന്ന് എന്റെ നേർവങ്ങളെ എതിരിടാൻ വരുന്നവർ ആരായാലും ശരി, അവർ തിരിച്ചു പോവില്ല.
എന്റെ മകളുടെ കോട്ട പിടിച്ചടക്കാനാണോ നിന്റെ ഭാവം? എങ്കിൽ എന്റെ സമത്തിൽ ചവിട്ടി മാത്രമേ നിനക്കകത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ. കോട്ട മാത്രമല്ല, നിന്റെ മകൾ പൊന്നിയെയും പിടിച്ചുകൊണ്ടേ ചന്തു മടങ്ങും. എന്നെയും പറഞ്ഞുവിടൻ, എന്നെയും പറഞ്ഞുവിടൻ. നിന്നെപ്പോലുള്ള ദുഷ്ടന്മാരെ കൊല്ലാനെത്തിയ ദുർഗാദാസ്. എന്തിനീ 100 കുന്തത്തിന്റെ ശക്തിയിൽ അട്ടഹസിക്കുന്നു? ചൂണയുണ്ടെങ്കിൽ ഒരു വാൾ എന്റെ കയ്യിൽ തരൂ. നിനക്ക് വാള് തരാമടാ. ഇവിടെയുള്ള എല്ലാ രഹസ്യങ്ങളും പരിശോധിക്കും. ഇവരെ പിടിച്ചു കെട്ടി കൊണ്ടുപോയി. എന്നെ വിടൂ, എന്നെ വിടൂ, എന്റെ പൊന്നാണ് എന്നെ വിടൂ, എന്നെ വിടൂ, ഞാൻ പോട്ടെ. കൊല്ലട്ടെ. ഇല്ല, ഞാൻ സമ്മതിക്കില്ല. ഞാൻ കലപ്പിന്റെ ചേട്ടനെ ഉടനെ വിളിച്ചോണ്ട് വരാം. ധൈര്യമായിരിക്കും. പൊന്നി, ജീവൻ വേണമെങ്കിൽ പുറത്തു വരും. കണ്ണപ്പനുടെ കരളായ പൊന്നി, സുഖമാണോ? ആണുങ്ങളെ പുല്ലാക്കിക്കൊണ്ട് കടത്തനാട് വാഴാമെന്ന് കരുതിയ മഹാറാണി, നമസ്കാരം. ഒരു പെണ്ണിനെ കീഴടക്കാൻ കാട്ടാനയോളം തടിയുള്ള വമ്പന്മാരും കുന്തക്കാരും നിരന്ന് നിന്നിട്ട് മഞ്ഞ ചിരിച്ചിരിക്കുന്നു. പൊന്നി, വീരസ്യം പറഞ്ഞ് ചാവാൻ നോക്കണ്ട. ഇനിയും നിന്നെ രക്ഷിക്കാൻ ഞാൻ വിചാരിച്ചാൽ മതി. വിചാരിച്ചാൽ മതി. അങ്ങനെ ആര് വിചാരിച്ചാലും പൊന്നിയെ രക്ഷിക്കാനോ ശിക്ഷിക്കാനോ സാധ്യമല്ല. ഈ ചന്തു വിചാരിക്കണം, ഇന്നു മുതൽ ഈ കോട്ടയുടെ അധിപൻ ഞാനാണ്. പെൺമണിക്കോട്ട പിടിച്ചടക്കിയത് ചന്തു തനിച്ചല്ല. അമ്പ്രാക്കന്മാർ കൽപ്പിക്കുന്നത് പോലെ ചൊല്ലിയാൽ കേൾക്കാൻ പാച്ചല കിട്ടില്ല. എനിക്ക് വേണ്ടപ്പെട്ടവളാണ് ചന്തു. പാച്ചൻ പറയുന്നതും ശരിയാണ്. നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ശരിയാണ്.
പൊന്നിയെ കൊണ്ടുപോയി ആ മരം വെട്ടിയുടെ അടുക്കൽ നിർത്തി. വല്ല ഗന്ധർവന്മാരും പുഷ്പവിമാനത്തിൽ ഇങ്ങനെ വരികയോ ദേവേന്ദ്രൻ അഹല്യെ കണ്ടതുപോലെ ഇങ്ങനെ കാണുകയോ വല്ല സ്വപ്നമായിട്ടത് മാറുകയോ അവിടെ ഞാൻ ഈ കുഞ്ഞുദേവിയുടെ മനസ്സൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു ചെറിയ കള്ളം പറഞ്ഞു. ഞാൻ മറ്റൊരു പെണ്ണിനെ സ്നേഹിക്കുന്നുവെന്ന്. ഓ, തുടങ്ങിയല്ലോ പിണക്കം. കുഞ്ഞുദേവി, ഞാനിതാ സത്യം ചെയ്ത് പറയുന്നു. പുത്തൂരം വീട്ടിൽ ആരോമൽ ചേവരുടെ മകൻ തന്റെ മുറപ്പെണ്ണായ കുഞ്ഞുദേവിക്ക് പുടവ തരും. ഇത് സത്യം. മോനെ കള്ളപ്പനുണ്ണി, എന്തിനാടാ ഈ വയസ്സുകാലത്ത് എന്നിട്ട് ആദ്യം പിടിപ്പിക്കുന്നത്? മോളെ, മുത്തച്ഛനോട് ക്ഷമിച്ചേക്ക്. മുത്തശ്ശ, ഇത് കുട്ടികളുടെ ഒരു തിരുവാതിരക്കളിയല്ലേ? നീയും ഞാനും ഒന്നാണെന്നുള്ള കാര്യം നീ മറന്നു. പാച്ചൻ നിന്റെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിച്ചപ്പോൾ നീ നോക്കിയിരുന്നതേ ഉള്ളൂ. പാച്ചൻ പറഞ്ഞതിലും ന്യായമുണ്ട് ചന്തു. അംഗത്തിന് നീതിന്യായം നോക്കേണ്ട കാര്യമില്ല. പൊന്നിയും പെൺമണിക്കുട്ടിയും നമുക്ക് രണ്ടുപേർക്കും മാത്രമുള്ളതാണ്. എന്റെ കയ്യിലേക്ക് സത്യം ചെയ്യും. സത്യം. വേഗം പോയി പാച്ചന്റെ കഥ കഴിച്ചിട്ടു. ശരി. പാച്ചന്റെ കഥ കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. എടീ, പൊന്നിയമ്മ ഇപ്പോഴെങ്കിലും എന്റെ ഭാര്യയാകാമെന്ന് സമ്മതിച്ചാൽ മറ്റുള്ളവരെ ശരിപ്പെടുത്തുന്ന കാര്യം പാച്ചനേറ്റു. പോയി ചൊല്ലിൻ. പൊന്നിയമ്മയെ പൊങ്ങൻ ചട്ടിക്ക് തന്നെ തരാം. ഭാഗ്യവാനല്ലേ? പോയി പൊന്നിയമ്മയുടെ ഒത്ത് ഉറങ്ങി. ഈ വാമട്ടം മൂസാക്കുട്ടി ഈ പെൺമണിക്കോട്ടയുടെ സുൽത്താനാണ്. പെൺമണിക്കോട്ടയുടെ സുൽത്താനെ, വരൂ, ഒരു കാര്യം പറയട്ടെ. ചങ്കുകുട്ടി, നമ്മളൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ പെൺമണിക്കോട്ട മറ്റാർക്കും കൊടുക്കണ്ട. നമുക്ക് രണ്ടാൾക്കും മാത്രം. പകുതി പെണ്ണുങ്ങൾ നിങ്ങൾക്ക്, പകുതി പെണ്ണുങ്ങൾ നമുക്ക്. പൊന്നിയമ്മ പപ്പാതി. പൊന്നിയമ്മ പപ്പാതി. പപ്പാതി. പൊന്നെ, തച്ചോളി കുഞ്ഞിച്ചന്തു ജീവിതത്തിൽ ആശിച്ചതെല്ലാം നടത്തിയിട്ടുണ്ട്. നിന്റെ കൂടെ അന്തി ഉറങ്ങാതെ തച്ചോളി വീട്ടിലേക്ക് തിരിച്ചു ചെല്ലില്ലെന്ന് ഞാൻ ശപഥം ചെയ്തിരിക്കുകയാണ്. അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്ത്. ആ വെളിച്ചത്തിലിരുന്ന് ചന്തു അല്പം രസിക്കും. കണ്ണപ്പനുടെ കരളായ നിന്നെ കൊണ്ട് മരണഗാനം പാടിക്കും. ഞാനൊന്ന് നിലച്ചു, ദൈവം മറ്റൊന്ന് വിധിച്ചു. പാടണം, ആടണം, ശരീരത്തിലുള്ള രക്തം ഒഴുകി തീരോളം ആടണം. പുരുഷന്മാരെ ധിക്കരിച്ച് നിന്നെയെല്ലാം കൊണ്ട് മരണനൃത്തം അടിക്കും. അങ്ങെത്തിയോ എന്തുടയോനി? അയ്യോ,
ഏട്ടാ, ഒന്നും ആലോചിക്കണ്ട. എല്ലാ കാര്യങ്ങളും തങ്കക്കൂടം വിസ്തരിച്ചു പറയും. ഏട്ടൻ നേരെ പുത്തൂർ വീട്ടിലേക്ക് പോയിക്കൂടെ? വെള്ളപ്പനുണ്ണി മുഹൂർത്തമായി, വേഗം പുടവോട്. മുത്തശ്ശൻ എത്ര കണ്ണു കഴുകി നോക്കിയാലും ശരി, ഈ കാണുന്ന രണ്ടും രണ്ടു തന്നെയാണ്. കണ്ണപ്പനുണ്ണി, ദുർഗാദാസ്. എന്തു കുഞ്ഞുണ്ണൂലി, എനിക്ക് ഭ്രാന്താണോ? അച്ഛൻ ക്ഷമിക്കണം. പണ്ട് അച്ഛൻ ഈ കുഞ്ഞിനെ തേടി അലഞ്ഞതെല്ലാം ഓർക്കുന്നില്ലേ? എന്റെ ആരോമണിന്റെ മകൻ, തുമ്പൂരാച്ചിനുണ്ടായ മകൻ, മോനെ. അതേ മുത്തച്ഛ, വിധിയെ മറികടക്കാൻ ആർക്കും കഴിയില്ല. കാവിലമ്മ കഴിഞ്ഞു, ഈ നിൽക്കുന്ന പൊന്നിയമ്മ എന്നെ ഒരു മനുഷ്യനാക്കി. കുഞ്ഞുദേവി, എന്റെ വാക്കും പടി പുത്തൂരം വീട്ടിലെ ആരോമൽ ചെയ്ത എന്റെ മകൻ, അതായത് ഈ നിൽക്കുന്ന എന്റെ ഏട്ടനായ ദുർഗാദാസൻ, മുറപ്പെണ്ണായ കുഞ്ഞുദേവിക്ക് പുടവ കൊടുത്തു കഴിഞ്ഞു. ഇനി കണ്ണപ്പനുണ്ണിയുടെ പുടവട കഴിഞ്ഞെങ്കിൽ എന്റെ ഉമ്മണിക്ക് തങ്കക്കുടം പുടവ കൊടുത്തേനെ. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴകുള്ളോരായിരുന്നു. ആണുങ്ങളായി വളർന്നോരെല്ലാം
അംഗം ജയിച്ചവരായിരുന്നു.